ഇതിൽ നിന്നിപ്പോൾ ഏത് ഡ്രസ്സ് ഇടും? അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണമല്ലോ. ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും എടുക്കാനും തോന്നുന്നില്ല. ഇതെടുക്കാം. ഷോ, എടുത്തപ്പോൾ തന്നെ എല്ലാം കൂടി പോന്നു. ഇതാണ് ഞാനൊന്നും എടുക്കാത്തത്. തിരിച്ചങ്ങനെ തന്നെ കുത്തിക്കയറ്റി വയ്ക്കാം. അടുത്ത ദിവസം സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഇതൊന്നും ശരിയാക്കാം. ഷോ, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ചിന്തിക്കും, പക്ഷെ ഒന്നും നടക്കാറില്ല. ഇനിയിപ്പോൾ പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഈ സമയത്ത് പുറത്തിറങ്ങിയാൽ നന്നായിട്ട് വേർത്തൊലിക്കും. അപ്പോൾ ഇടാൻ ഏറ്റവും കംഫർട്ടബിൾ കോട്ടൺ തന്നെയാണ്. ഈ ഒരു കോട്ടൺ ഡ്രസ്സ് തന്നെ ഇടാം. കുഴപ്പമില്ലല്ലോ, കൊള്ളാം, സെറ്റ്. എല്ലാം കറക്റ്റ് ഭാഗം. ഇനി മുടിയും കെട്ടണം, മേക്കപ്പ് ഇടണം, എത്ര കാര്യങ്ങളാണ്. മുടിയാണെങ്കിൽ എനിക്ക് ഈ സ്കൂട്ടറിന് പോകുമ്പോഴേക്കും പറത്തിയിട്ട് പോകാൻ അത്ര താല്പര്യമില്ല. കാരണം തിരിച്ചു വരുമ്പോഴേക്കും ഒരുമാതിരി പൂരദേവിനെ പോലെ ഇരിക്കും. മുടി മുഴുവൻ ജട കെട്ടി എന്തോ പോലെ. കാണാനൊക്കെ ഭയങ്കര സ്റ്റൈലായിരിക്കും, പക്ഷെ നമുക്ക് കംഫർട്ടബിൾ കെട്ടി വയ്ക്കുന്നത് തന്നെയാണ്. അങ്ങനെ മുടി കെട്ടി. ഇനി അടുത്ത പരിപാടി എന്താവോ? പൗഡർ ഇടണം. പൗഡർ ഇപ്പോൾ യാർഡ്ലി ഇടാം. അയ്യോ, തീർന്നോ? ഒന്നുമില്ലല്ലോ. ആകെ ഇത്തിരി പൊട്ടുപൊടി മാത്രം. വേണ്ട, എൻ്റെ പുതിയ പൗഡർ എടുക്കാം. കുട്ടിക്കൂറ. ഇതിട്ട് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല സ്മെല്ലും കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി പുട്ടിവാരി അടിച്ച ഒരു ഫീലിംഗ് കിട്ടി. ഇപ്പോൾ സൺസ്ക്രീം ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പൗഡറിലൊക്കെ തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തേലാട്ടെ. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക് അടിക്കണം. കാര്യമായിട്ട് അടിക്കണ്ട അല്ലേ? ജസ്റ്റ് അവിടെ ഒന്ന് കുത്തി കൊടുക്കാം. പ്രശ്നമൊന്നുമില്ല. മതി. അയ്യോ, റൂഷിട്ടില്ല. റൂഷിട്ട്. തീർന്നു. കരണ്ടും ഇല്ല. അത്യാവശ്യ സമയത്തൊന്ന് കണ്ണാടി നോക്കാൻ ഓർത്ത് കഴിഞ്ഞാൽ കരണ്ടും കാണില്ല. വേണ്ട. ഇനിയിപ്പോൾ ഒരു സാധനം കൂടി മിസ്സിങ് ആണല്ലോ. കണ്ണിൽ കൺമശി എഴുതിയില്ല. നമ്മുടെ ഐബ്രോ പെൻസിലാണെങ്കിൽ തീർന്നിരിക്കുക. ഇനിയിപ്പോൾ തപ്പി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വാച്ച് കിട്ടി. വാച്ച് കെട്ടിയിട്ട് വേണം ഇനി കണ്ണെഴുതാൻ. കണ്ണെഴുതണമെങ്കിൽ ഇത് വെച്ച് കണ്ണെഴുതാം. ഇത് വെച്ച് കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്താലും വെള്ളം അടിച്ചു കഴിഞ്ഞാലും ഒഴുകി പോകത്തില്ല. വാട്ടർ പ്രൂഫ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇച്ചിരി പെർഫ്യൂം അടിച്ചേക്കാം. അല്ലെങ്കിൽ വെറുതെ നാട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോൾ എൻ്റെ പാവപ്പെട്ട ബാഗ് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു. സൂപ്പറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശുഭദിനം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.